കയ്യേറ്റം അതും പഴയ പപ്പാത്തി ചെവിയിൽ കുരിശി സ്ഥാപിച്ചുകൊണ്ടുള്ള സമാന രീതിയിലാണ് റവന്യൂ കണ്ണടക്കുകയാണ്. ഇല്ല, റവന്യൂ കണ്ണടക്കയില്ലെന്ന് മാത്രമല്ല, ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായ നടപടിയാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനുമുമ്പ് ഒരിക്കലും സ്വീകരിക്കാത്ത വിധം കർക്കശമായ നിലപാട് സ്വീകരിച്ചിരുന്നു. 3 വില്ലേജുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. 15 അംഗങ്ങളുള്ള പ്രത്യേക ടീമിനെ തീരുമാനിച്ചു. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ തന്നെ നിയോഗിച്ചു. അവരുടെ ചുമതലയിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. പരുന്തുംപാറയിൽ മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ ഒരിടത്തും കയ്യേറ്റം അനുവദിക്കുകയില്ല എന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോൾ. 2018 ചിന്നക്കനാൽ പഞ്ചായത്തിൽ പാപ്പാത്തിച്ചോലയിൽ കുരിശ് സ്ഥാപിച്ച ഒരു 200 ഏക്കർ ഭൂമി ഒരു കുടുംബം സ്വന്തമാക്കിയിരുന്നു. അന്ന് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ആ ഭൂമി സർക്കാർ ഒഴിപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത്. മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിൽ പലയിടത്തും ഭൂമി കയ്യേറാനുള്ള ശ്രമങ്ങളുണ്ട്. മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് വിശ്വാസികൾ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ പരുന്തുംപാറയിലാണെങ്കിൽ ഒരു റിസോർട്ട് ഉടമ അദ്ദേഹത്തിന്റെ റിസോർട്ടിനോടൊപ്പം അതിനോട് ചേർന്ന് ഒരു കുരിശ് സ്ഥാപിച്ചു എന്നാണ് അറിയുന്നത്. അത് തീർച്ചയായും അങ്ങേയറ്റം അപലനീയമായ നടപടിയാണ്. നമ്മുടെ രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ ത്യാഗധനനായ ആചാര്യനായിരുന്നു യേശുക്രിസ്തു. അടിമകളുടെ മോചനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മൂർത്തിമദ്ഭാവമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിന്റെ നാമധേയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് സർക്കാർ ഭൂമി കയ്യേറുകയും അവിടെ റിസോർട്ട് സ്ഥാപിക്കുകയും ആ ഭൂമിയെല്ലാം സ്വന്തമാക്കി മാറ്റുകയും അങ്ങനെ മാറ്റുന്നതിന് വേണ്ടി ഈ മതചിഹ്നം ഉപയോഗിക്കുകയും ചെയ്യുന്ന അത്യന്തം ഹീനമായ നടപടിയാണ് ഈ പരുന്തുംപാറയിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതിനെതിരെ വളരെ ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. റവന്യൂ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വിശുദ്ധ പുണ്യാളവാന്മാരാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഏത് വകുപ്പെടുത്താലും ഗവൺമെന്റിന്റെ നയങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന, അതിനെതിരെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത്തരക്കാരെ തിരഞ്ഞുപിടിച്ച് സർവീസിന് വെളിയിലേക്ക് പറഞ്ഞുവിടാനുള്ള ഒരു കരുത്ത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുകയും ചെയ്യണം. കാരണം ഇത്രയും കർക്കശമായ തീരുമാനമെടുക്കുകയും അതിനാവശ്യമായ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തതിനു ശേഷവും പരുന്തുംപാറയിലെ ഒരു റിസോർട്ടിന്റെ നിർമ്മാണം നടത്തുക, ആ നിർമ്മാണം നടത്തിയ റിസോർട്ട് ഉടമയുടെ സ്ഥലത്ത് കയ്യേറിയ സ്ഥലത്ത് കുരിശ് സ്ഥാപിക്കുക, അങ്ങനെ കുരിശിന്റെ ബലത്തിൽ ആ റിസോർട്ടുകളും അദ്ദേഹം കയ്യേറിയ ഏക്കർ കണക്കിന് ഭൂമിയും സംരക്ഷിക്കുക എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതിനാരെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരെങ്കിലും പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുകയും അവർക്കെതിരെ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ ചെയ്യണം. കാരണം ഗവൺമെന്റിന്റെ തീരുമാനത്തെ അട്ടിമറിക്കുന്ന, ഭൂമി മാഫിക്ക് വേണ്ടി അട്ടിമറിക്കുന്ന ഒരാളും സർവീസ് തുടരാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കണം, വേണ്ടി വന്നാൽ അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കണം. അത്തരം ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പർട്ടിക്കുലർ വിഷയം മാത്രമല്ല, ഈ ഖനന കാര്യത്തിലാണെങ്കിൽ ജിയോളജി കൊടുക്കുന്ന റിപ്പോർട്ട് വർഷങ്ങളായിട്ട് റവന്യൂ വകുപ്പ് കണ്ടില്ല, നടപടിയെടുക്കാതെ മാറ്റിയിരിക്കുന്നു. സി വർഗീസിനെതിരെ വരുന്ന ആരോപണം CPI ജില്ലാ സെക്രട്ടറിക്കെതിരെ. അപ്പൊ ഈ തുടരുന്ന ഒരു അനാസ്ഥ അതെന്താണ് റവന്യൂ വകുപ്പിങ്ങനെ? അല്ല, CB വർഗീസിന് ഖനനമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ ജില്ലയിലെ പല ഭാഗങ്ങളിലും അനധികൃത ഖനനം നടക്കുന്നുണ്ട്. അതിൽ നടപടിയെടുക്കേണ്ടത് റവന്യൂ വകുപ്പ് മാത്രമല്ല, അതിൽ നടപടിയെടുക്കേണ്ടത് മറ്റു വകുപ്പുകൾ കൂടിയുണ്ട്. റവന്യൂ ഭൂമി കയ്യേറി അനധികൃത ഖനനം നടത്തിയാൽ അത് റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവരെ ഇടപെടണം. എന്നാൽ പോലീസ്, ജിയോളജിസ്റ്റ്, റവന്യൂ ഈ വകുപ്പുകളെല്ലാം ഈ കാര്യത്തിൽ ഇടപെടേണ്ടവരാണ്.
അതുകൊണ്ട് ഏതെങ്കിലും ഒരു വകുപ്പ് അവരുടെ പിൻബലത്തോടെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല.